നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആയിരങ്ങൾക്ക് ആവേശമായി VS മാതമംഗലത്ത്. കേസരി നായനാർ പുരസ്കാര സമർപ്പണം VS നിർവഹിച്ചു. ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ചെറുവത്തൂർ ഉപജില്ല രജത ജൂബിലി സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി ഉദ്ഘാടനം ചെയ്തു. ലോക മുതലാളിത്തം ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം വസ്തുക്കളിൽ 40% സാംസ്കാരിക ഉൽപ്പന്നങ്ങളാണെന്ന് സാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ. ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷത്തിനു ശേഷം ചെറുപുഴ നെടുങ്കല്ലു പാലത്തിൽ ടോൾ പിരിവ് ഏർപ്പെടുത്തിയത് വിവാദമാകുന്നു. ഡിസംബർ 5 ലോക മണ്ണ് ദിനം. വിവിധ കേന്ദ്രങ്ങളിൽ ദിനാചരണ പരിപാടികൾ. തൃക്കരിപ്പൂർ റെയിൽവേ മേൽപ്പാലം പ്രവൃത്തി പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. രണ്ടാമത് കേസരി നായനാർ പുരസ്കാര സമർപ്പണം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ നിർവഹിച്ചു. രാജ്യത്ത് വർഗീയത ആളിക്കത്തിക്കുകയാണെന്ന് പുരസ്കാര സമർപ്പണം നിർവഹിച്ചുകൊണ്ട് VS. വർത്തമാനകാല രാഷ്ട്രീയത്തിലെ സ്ഥിതിഗതികളെ സംബന്ധിച്ച് കൂടി 2 വാക്ക് പറയേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കേരളം ഇന്ന് വളരെ കടുത്ത വർഗീയ സാഹചര്യത്തിലേക്ക്, സാമുദായിക സംഘടനം നടത്തുന്ന സാഹചര്യത്തിലേക്ക് പയ്യെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് വർഗീയത ആളിക്കത്തിക്കുകയാണ്. വർഗീയ കൊലപാതകങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരവസ്ഥ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, VS അച്യുതാനന്ദൻ പറഞ്ഞു. ഇതേ പാത പിന്തുടർന്ന് പലരും കേരളത്തിലും വർഗീയത ഉണ്ടാക്കുകയാണ്. ഇതിനെതിരായി മതേതരത്വ ജനാധിപത്യ ശക്തികൾ ഉണരേണ്ട കാലമാണിത്. മതേതരത്വ ജനാധിപത്യ ശക്തികൾക്ക് നിറവേറ്റാൻ ഒരുപാട് കർത്തവ്യങ്ങൾ ഇന്ന് കേരളത്തിലുണ്ടെന്നും അത് തിരിച്ചറിയണമെന്നും VS അച്യുതാനന്ദൻ കൂട്ടിച്ചേർത്തു. പ്രമുഖ മാധ്യമപ്രവർത്തകൻ MG രാധാകൃഷ്ണൻ VSൽ നിന്നും കേസരി പുരസ്കാരം ഏറ്റുവാങ്ങി. ചടങ്ങിന്റെ ഭാഗമായി മുണ്ടശ്ശേരി അവാർഡ് ജേതാവ് ഡോക്ടർ ജിനേഷ് കുമാർ അരമം, സീരിയൽ സിനിമാ താരം ബേബി നിരഞ്ജന എന്നിവരെ ശ്രീകൃഷ്ണൻ MLA ഉപഹാരം നൽകി അനുമോദിച്ചു. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയുടെ 125ാം വാർഷിക ഭാഗമായി കേരളത്തിലെ കോളേജ് വിദ്യാർത്ഥികൾക്ക് നടത്തിയ ചെറുകഥാ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം കരിവള്ളൂർ മുരളി നിർവഹിച്ചു. മാതമംഗലം ബസാറിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C സത്യപാലന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സത്യഭാമ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KV ഗോവിന്ദൻ, മുൻ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മനാഭൻ, എരമംകുറ്റൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് MV ദാമോദരൻ, കേസരി നായനാർ കുടുംബാംഗം KT പ്രഹ്ലാദൻ, വേങ്ങയിൽ തറവാട്ടംഗം V ഇന്ദിരാമ, ഫെയ്സ് മാതമംഗലം സെക്രട്ടറി P ദാമോദരൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ KV സനുകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അജേഷ് കടന്നപ്പള്ളിയുടെ കേസരി കഥാപഠനങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ചെറുവത്തൂർ ഉപജില്ല രജത ജൂബിലി സമ്മേളനം ചെറുവത്തൂർ GVHSൽ നടന്നു. KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടിയെ പോലുള്ള ആരാധ്യരായിട്ടുള്ള നേതാക്കന്മാരെ ഇന്ന് വരെ ഒരിക്കലും ഒരാക്ഷേപവും പൊതുരംഗത്ത് പറയിക്കാതെ സംസ്കൃതമായ 55 വർഷത്തെ പൊതുപ്രവർത്തനത്തിന്റെ പാരമ്പര്യമുള്ള ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഒരു ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ക്രിമിനലിലൂടെ
DCC ജനറൽ സെക്രട്ടറി KV സുധാകരൻ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. വി നാരായണൻ അധ്യക്ഷത വഹിച്ചു. കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി, N യൂസഫ്, K ബാലകൃഷ്ണൻ, AA റഹീം ഹാജി, CM സദാനന്ദൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. KV മധുസൂദനൻ സ്വാഗതവും P ഗോപാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. പിന്നീട് നടന്ന വിദ്യാഭ്യാസ സമ്മേളനം GSTU സംസ്ഥാന ട്രഷറർ PK യഗൂജിൻ ഉദ്ഘാടനം ചെയ്തു. ലോക മുതലാളിത്തം ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം വസ്തുക്കളിൽ 40% സാംസ്കാരിക ഉൽപ്പന്നങ്ങളാണെന്ന് സാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ. കുണ്ടയംകോവിലിൽ ഭരത് മുരളി നാടകോത്സവം സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹൃദയ സാംസ്കാരിക പഠന കേന്ദ്രം 4ാമത് ഭരത് മുരളി നാടകോത്സവം സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും ടിക്കറ്റ് വിതരണോദ്ഘാടനവും കുണ്ടയംകോവിൽ വായനശാല പരിസരത്ത് നടന്നു. ചടങ്ങിൽ കൊടക്കാട് നാരായണൻ അധ്യക്ഷനായി. T ദിവാകരൻ, KP കണ്ണൻ, K സുശീർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഡിസംബർ 23-ന് കോഴിക്കോട് രംഗമിത്ര അവതരിപ്പിക്കുന്ന ഉച്ചവെയിൽ കൂത്തോടെയാണ് നാടകോത്സവത്തിന് തുടക്കമാകുക. 5 നാടകങ്ങളാണ് നാടകോത്സവത്തിൽ അരങ്ങേറുക. സമാപന സമ്മേളനം പ്രശസ്ത സിനിമാ നാടക നടൻ രാജേഷ് ശർമ്മ ഉദ്ഘാടനം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷത്തിനു ശേഷം ചെറുപുഴ നെടുങ്കല്ല് പാലത്തിൽ ടോൾ പിരിവ് ഏർപ്പെടുത്തിയത് വിവാദമാകുന്നു. കഴിഞ്ഞ ദിവസം PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ നേരിട്ടെത്തിയാണ് ടോൾ പിരിവ് ആരംഭിച്ചത്. 2 വർഷം മുൻപ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഈ പാലം ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ 2 വർഷമായിട്ടില്ലാത്ത ടോൾ പിരിവ് ഇപ്പോൾ ആരംഭിച്ചതാണ് ജനങ്ങളിൽ സംശയം ജനിപ്പിച്ചതും വിവാദമായതും. 10 കോടി രൂപയിൽ കൂടുതൽ തുക നിർമ്മാണ ചെലവുള്ള പാലങ്ങൾക്ക് സാധാരണഗതിയിൽ പൊതുമരാമത്ത് വകുപ്പ് ടോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പാലത്തിനും അത് ബാധകമായിരുന്നു. എന്നാൽ ഈ 2 വർഷമായും ഇല്ലാത്ത പിരിവിന്റെ ലക്ഷ്യം എന്താണെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. എന്നാൽ ഈ പാലം ഉദ്ഘാടനം ചെയ്ത കാലം മുതൽ തന്നെ ടോൾ ഏർപ്പെടുത്തിയിരുന്നുവെന്നും ടെൻഡർ എടുക്കാൻ ആളില്ലാത്തതിനാലാണ് വൈകിയതെന്നും ഇപ്പോൾ ഒരു സ്വകാര്യ വ്യക്തി ടെൻഡർ എടുത്തതിനാലാണ് ടോൾ പിരിവ് ആരംഭിച്ചതെന്നുമാണ് അധികൃതർ പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. തൃക്കരിപ്പൂർ റെയിൽവേ മേൽപ്പാലം പണി പുരോഗമിക്കുന്നു. ഇടക്കാലത്ത് നിർമ്മാണം നിലച്ചിരുന്നുവെങ്കിലും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് പ്രവൃത്തി പുനരാരംഭിച്ചത്. മേൽപ്പാലത്തിന്റെ അഭാവത്തിൽ നിരവധി മനുഷ്യക്കുരുതികൾക്ക് സാക്ഷ്യം വഹിച്ച തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ ആക്ഷൻ ഫോറവും സന്നദ്ധ സംഘടനകളും നിരന്തരം നടത്തിയ ഇടപെടലുകൾക്കൊടുവിലാണ് മേൽപ്പാലം സാക്ഷാത്കരിക്കാൻ നടപടിയായത്. പണി ആരംഭിച്ചെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ നിർമ്മാണ പ്രവൃത്തി അവതാളത്തിലാക്കിയിരുന്നു. വീണ്ടും പാലം പണി പുരോഗമിക്കുകയാണ്. 2 പ്ലാറ്റ്ഫോമുകളെയും ബന്ധിപ്പിച്ച് കഴിഞ്ഞ വർഷമാണ് മേൽപ്പാലം പണിക്ക് തുടക്കമിട്ടത്. ഇവിടുത്തെ റെയിൽവേ വികസനം മുരടിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ മേൽപ്പാലം നിർമ്മാണം നീണ്ടുപോയതിൽ നാട്ടുകാർ ആശങ്കപ്പെടുന്നതിനിടയിലാണ് ഇപ്പോൾ പണി പുനരാരംഭിച്ചത്. 81.5 ലക്ഷം രൂപ ചിലവിലാണ് നിർമ്മാണം. എത്രയും വേഗം പ്രവൃത്തി പൂർത്തീകരിച്ച് മേൽപ്പാലം കമ്മീഷൻ ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രം, കേരള കാർഷിക സർവകലാശാല എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലോക മണ്ണ് ദിനാചരണത്തിന്റെ ഭാഗമായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലയിലെ സുസ്ഥിര കൃഷി വികസനം ലക്ഷ്യമിടുന്നതിനായാണ് അന്താരാഷ്ട്ര മണ്ണ് ദിനമായ ഡിസംബർ 5-ന് ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിൽ, കൃഷി വിജ്ഞാന കേന്ദ്രം കണ്ണൂർ, കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, അടക്ക സുഗന്ധവിള ഡയറക്ടറേറ്റ് കോഴിക്കോട്, കൃഷിവകുപ്പ്, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ആരോഗ്യമുള്ള മണ്ണ് ആദായവിളവിനും ആരോഗ്യ ജീവിതത്തിനും എന്ന സന്ദേശമുയർത്തി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. ഡോളമേറ്റ് സൂക്ഷ്മമൂലക വിതരണ ഉദ്ഘാടനം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VV പ്രീത നിർവഹിച്ചു. കാർഷിക പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിൽ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ VV ശ്രീനിവാസ് റെഡ്ഡി നിർവഹിച്ചു. അടക്ക സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട് ഡയറക്ടർ ഡോക്ടർ ഹോമി ചെറിയാൻ ആമുഖ ഭാഷണം നടത്തി. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P കുഞ്ഞിക്കണ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം R അജിത, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TV ഉണ്ണികൃഷ്ണൻ, പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം പ്രൊഫസർ ഹെഡ് ഡോക്ടർ നിമ PV, ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ K ചന്ദ്രൻ, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് അംഗം K ജനാർദ്ദനൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജോളി അലക്സ്, ചെറുതാഴം പഞ്ചായത്ത് സെക്രട്ടറി AV പ്രകാശൻ, ഡോക്ടർ ഗിഗിൻ ടി എന്നിവർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് ആരോഗ്യമുള്ള മണ്ണ് ആദായവിളവിനും ആരോഗ്യ ജീവിതത്തിനും എന്ന വിഷയത്തിൽ ഡോക്ടർ P ജയരാജ്, കാർഷിക മേഖലയിലെ സുസ്ഥിര വികസന സാധ്യതകൾ എന്ന വിഷയത്തിൽ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CM വേണുഗോപാലൻ എന്നിവർ വിഷയാവതരണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം കായിക മത്സരങ്ങൾ കാങ്കോൽ ശിവക്ഷേത്ര മൈതാനിയിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഈശ്വരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികളെല്ലാം തന്നെ തിരക്കിലായതുകൊണ്ട് തന്നെ കേരളോത്സവം കഴിഞ്ഞ ചില വർഷങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട്
വളരെ ധൃതിയിൽ നടത്തേണ്ട ഒരു അവസ്ഥയിലായി എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് നടത്തി തീർക്കുക എന്ന ഉത്തരവാദിത്തം നമ്മൾ അർപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് മത്സരങ്ങളെല്ലാം തന്നെ നടന്നു വരുന്നത്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഈശ്വരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉഷ അധ്യക്ഷത വഹിച്ചു. സുരേഷ് എം കെ, ബാലകേശവൻ കെ എം, എം പി സുനിൽകുമാർ, ഇ അനീഷ്, കരുണാകരൻ മാസ്റ്റർ, കൃഷ്ണൻ നിരവത്ത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഡിസംബർ 2 മുതൽ 6 വരെയാണ് കായിക മത്സരങ്ങൾ നടക്കുക. പെരുമ്പ ദേശീയപാതയിൽ നിന്ന് പയ്യന്നൂർ ടൗണിലേക്കുള്ള റോഡരികിൽ സ്ഥാപിച്ച കൂറ്റൻ ബോർഡുകൾ അപകട ഭീഷണി ഉയർത്തുന്നു. പിലാത്തറ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ടൗണിൽ നിന്നും ദേശീയപാതയിലേക്ക് കയറുന്ന വാഹനങ്ങളെ കാണാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. പിലാത്തറ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളാണ് ടൗണിലേക്ക് കയറുന്ന പെരുമ്പ ട്രാഫിക് ഐലൻഡ് സമീപത്തുള്ള കൂറ്റൻ ബോർഡുകൾ അപകട ഭീഷണി ഉയർത്തുന്നത്. വിവിധ സംഘടനകളുടെയും ക്ഷേത്രങ്ങളുടെയും മറ്റും 15ഓളം ബോർഡുകളാണ് ഈ ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. പെരുമ്പ പാലം കഴിഞ്ഞെത്തുന്ന വാഹനങ്ങൾക്ക് ട്രാഫിക് ഐലൻഡ് പരിസരത്ത് ടൗണിൽ നിന്നും ദേശീയപാതയിലേക്ക് കയറുന്ന വാഹനങ്ങളെ കാണാൻ കഴിയുന്നില്ല. ബോർഡുകൾ വളരെ ഉയരമുള്ളതിനാൽ ബസ് ഡ്രൈവർമാർക്കാണ് കൂടുതൽ പ്രശ്നം അനുഭവിക്കേണ്ടി വരുന്നത്. അപകട ഭീഷണി ഉയർത്തുന്ന ഇത്തരം ബോർഡുകൾ ഇവിടെ സ്ഥാപിക്കുമ്പോൾ ബന്ധപ്പെട്ടവരുടെ അനുവാദം വാങ്ങിക്കേണ്ടതാണ്. ഇതിൽ ചില ബോർഡുകൾ വെക്കുന്നതിന് ഇത്തരത്തിലുള്ള അനുവാദം വാങ്ങിയിട്ടില്ലെന്നാണ് സൂചന. എന്നാൽ അപകട ഭീഷണി സംബന്ധിച്ച് ഒരു കാര്യവും കണക്കിലെടുക്കാതെ ഇവിടെ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് അനുവാദം നൽകുന്നതായും ആരോപണമുണ്ട്. പയ്യന്നൂർ മേഖലയിൽ കൂടുതൽ ട്രാഫിക് ഉള്ള മേഖലയിൽ ഇതുപോലുള്ളൊരു അനധികൃതമായ ബോർഡ് വെച്ചതുകൊണ്ട് നമുക്ക് കൃത്യമായി വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാതെയും അപകടങ്ങൾ കൂടുതൽ പതിയിരിക്കുന്ന ഒരു മേഖലയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് അധികൃതർ പുതിയ ഭരണസമിതി മുനിസിപ്പാലിറ്റി പുതിയ ഭരണസമിതി വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അപകടം കുറക്കാൻ വേണ്ടുന്ന സാഹചര്യം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥി. അപകട ഭീഷണി ഉയർത്തുന്ന കൂറ്റൻ ബോർഡുകളെല്ലാം ഇവിടെ നിന്നും നീക്കം ചെയ്ത് ഗതാഗതം സുഗമമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഡിവൈഎഫ്ഐ പാപ്പിനിശ്ശേരി ബ്ലോക്ക് സമ്മേളനം ചെറുകുന്ന് വെൽഫെയർ സ്കൂളിൽ തുടങ്ങി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം എൻ സുകന്യ ഉദ്ഘാടനം ചെയ്തു. ാണ് വിമർശനം ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ആ മാധ്യമത്തിന് നേരെ നേരത്തെ സമാനമായിട്ടുള്ള രീതിയിലുള്ള ആക്രമണം പാരീസിന്റെ അകത്ത് തന്നെ നടന്നിരുന്നു. പാരീസിലെ ആക്രമണം കഴിഞ്ഞ് ഏതാണ്ട് ഒരാഴ്ച കഴിയുമ്പോഴാണ് ആഫ്രിക്കയിലെ മാലി എന്ന് പറയുന്ന രാജ്യത്ത് അവിടെ ഒരു ഹോട്ടലിനകത്തേക്കാണ് ഭീകരവാദികൾ IS-ന്റെ തന്നെ നേതൃത്വത്തിൽ VP സജിത്ത് അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം M രതീഷ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KV ബിജു, P ഷാജിർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ക്രിസ്മസിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നക്ഷത്ര വിപണി സജീവമായി. LED നക്ഷത്ര വിളക്കുകളാണ് ഇത്തവണ വിപണിയിലെ താരം. ക്രിസ്മസ് രാവുകൾക്ക് നിറം പകരുന്ന നക്ഷത്ര വിളക്കുകൾ തെളിഞ്ഞു തുടങ്ങി. വീടുകൾക്ക് പുറമെ കടകളിലും സ്ഥാപനങ്ങളിലും നക്ഷത്ര വിളക്കുകൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. പതിവിൽ നിന്ന് വിപരീതമായി ഇത്തവണ LED നക്ഷത്ര വിളക്കുകൾക്കാണ് ജനപ്രിയമുള്ളത്. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തിൽ മിന്നിത്തെളിയുന്ന ഇവ ആരും ഒന്ന് നോക്കി നിന്നു പോകും. ദൂരെ നിന്ന് കാണാമെന്നതും വർണ്ണവൈവിധ്യവുമാണ് ഇവയെ പ്രിയങ്കരമാക്കുന്നത്. കടലാസ് നക്ഷത്രങ്ങൾക്ക് വില കുറവുണ്ടെങ്കിലും LEDക്ക് 200 രൂപ മുതൽ 600 രൂപ വരെയാണ് വില. വലുപ്പത്തിലും ബൾബുകളുടെ എണ്ണത്തിനുമനുസരിച്ചാണ് വില. പല ഡിസൈനുകളിൽ മിന്നിത്തെളിയുന്നവർക്ക് വില കൂടും. 2ഉം 3ഉം നിറങ്ങളിൽ പ്രകാശിക്കുന്നവയുമുണ്ട്. ഇപ്പോൾ നക്ഷത്രങ്ങൾ ഇപ്പോൾ LED ആണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ആൾക്കാർ കൂടുതൽ ചോദിച്ചു വരുന്നത് ഇപ്പോൾ LED ആണ്. ഇപ്പോൾ സാധാരണ നമ്മൾ ബൾബ് ഫിറ്റാക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ലാഭം ഇത് തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു വർഷം ഉപയോഗിച്ച് പിന്നെ ഉപയോഗിക്കാം നമുക്ക്. ഇപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ വരുന്നത്. വൈദ്യുത ദീപാലങ്കാരങ്ങളെ വെല്ലുന്ന തരത്തിലുള്ള ഡിസൈനുകളുമുണ്ട്. നേരത്തെ 2ഉം 3ഉം നക്ഷത്രങ്ങൾ മാല പോലെയിട്ട് ചേസർ വെച്ച് മിന്നിക്കുന്നതായിരുന്നു ഫാഷൻ. എന്നാൽ LED വിളക്കുകൾ വന്നതോടെ ഇവ വേണ്ടാതായി. നേരെ പ്ലഗിലേക്ക് കണക്ഷൻ ചെയ്താൽ തെളിയുമെന്നതും ആൾക്കാരെ ആകർഷിക്കുന്നുമുണ്ട്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സംസ്ഥാന കൃഷി വകുപ്പ്, മണ്ണ് പരിവേഷണ സംരക്ഷണ വകുപ്പ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ലോക മണ്ണ് ദിനാഘോഷം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KV സുമേഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ എന്ന സന്ദേശം പുതുതലമുറയ്ക്ക് പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് ശിലകളിൽ നിന്നും രൂപപ്പെടുന്ന വിവിധ മണ്ണിനകളും അവയുടെ രൂപീകരണവും വിശദമാക്കുന്ന എക്സിബിഷൻ സംഘടിപ്പിച്ചത്.
KKN പരിയാരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസ്ഥിതി ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത്. സംയോജിത കൃഷിരീതിയിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട കാർഷിക സംസ്കൃതിയെ തിരിച്ചുപിടിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മണ്ണ് മലിനീകരണത്തിൽ നിന്നും മോചനം നേടാമെന്ന് പ്രദർശനം സന്ദേശം നൽകി. ക്ലബ്ബ് പ്രവർത്തകരായ KJ മൈക്കിൾ, K ബാബുരാജ്, സ്കൂൾ ഹെഡ് മാസ്റ്റർ രവീന്ദ്രൻ കാവിലേവളപ്പിൽ, ക്ലബ്ബ് പ്രസിഡന്റ് അധീന, PA ശ്രീലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അപകടാവസ്ഥയിലായ ചെറുപുഴ കമ്പിപ്പാലത്തിൽ പുഴയിലെ മത്സ്യങ്ങളെ കാണാൻ ആൾക്കാർ കൂടി നിൽക്കുന്നത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. പലകകളും മറ്റും പൊട്ടി അപകടസ്ഥിതിയിലായ പാലത്തിനുമേൽ ആളുകൾ കൂടി നിൽക്കുമ്പോൾ ആ ഭാഗത്തേക്ക് ചെരിഞ്ഞ് അപകടാവസ്ഥയിലാവുകയാണ്. കുലുക്കം കൂടുതലും ചരിവും കൂടിയാകുമ്പോൾ ഈ പാലത്തിലൂടെ യാത്രക്കാർ ഏറെ കഷ്ടപ്പെട്ടാണ് നടന്നു നീങ്ങുന്നത്. പാലത്തിനടിയിൽ വലിയ മത്സ്യങ്ങൾ കൂട്ടം കൂട്ടമായി നിൽക്കുന്നത് ഒരു കൗതുക കാഴ്ച തന്നെയാണ്. പാലത്തിലൂടെ പോകുന്ന ആളുകൾ തന്നെയാണ് മത്സ്യം കാണാനായി പാലത്തിൻ്റെ കൈവരിയിൽ പിടിച്ചു നിൽക്കുന്നതും. ഈ സാഹചര്യം മുതലെടുത്ത് പൂവാലന്മാരും സാമൂഹിക വിരുദ്ധരും പാലത്തിലൂടെ നടന്നു പോകുന്നത് സ്ത്രീകളെയും മറ്റും ശല്യം ചെയ്യുന്നതായും പരാതിയുണ്ട്. മദ്യപാനികളുടെ ശല്യവും കുറവല്ല. യാത്രക്കാർക്ക് ശല്യമാകുന്ന രീതിയിൽ പാലത്തിന്റെ മുകളിൽ നിന്ന് മത്സ്യം പിടിക്കാനോ മത്സ്യം കാണാനോ പാടില്ലെന്ന് ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ തൊഴിലാളികൾ പലതവണ ആവശ്യപ്പെട്ടിട്ടും അനുസരിക്കാത്ത അവസ്ഥയാണുള്ളത്. പോലീസ് അധികാരികൾ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ചില്ലെങ്കിൽ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. മിണ്ടിപ്പോകരുത് ഫാസിസം എന്ന വിഷയത്തെ ആധാരമാക്കി SSF പയ്യന്നൂർ ഡിവിഷൻ പ്രതിഷേധ പ്രഭാഷണം സംഘടിപ്പിച്ചു. സഫാൻ മാങ്കടവ് മുഖ്യ പ്രഭാഷണം നടത്തി. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടിയിൽ അബ്ദുസമദ് സഖാവി അധ്യക്ഷനായി. നാഥുറാം ഗോഡ്സെ പൂജിക്കേണ്ടവൻ തന്നെയാണ്, അദ്ദേഹം ആരാധിക്കപ്പെടേണ്ടവൻ തന്നെയാണ്. കാരണം അദ്ദേഹം വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, അദ്ദേഹം ഒരുപക്ഷെ ഗാന്ധിജിയെ വധിച്ചിട്ടുണ്ടെങ്കിൽ. പെരുമ്പ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പെരുമ്പ GMUP സ്കൂൾ നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഉദ്ഘാടനം ചെയ്തു. മംഗലാപുരം കസ്തൂർബ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഉദ്ഘാടന യോഗത്തിൽ ലയൺസ് ക്ലബ് അംഗം ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ V ബാലൻ, ബുഷ്ര, ഡോക്ടർ AU ശ്രീകുമാർ, P ജാഫർ, KU വിജയൻ എന്നിവർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ജനറൽ മെഡിസിൻ, ഓർത്തോ, ENT, ഗൈനക്കോളജി, ഐ സ്പെഷ്യലിസ്റ്റ് എന്നീ വിഭാഗങ്ങളിലായി 17ഓളം ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി സൗജന്യ കണ്ണട വിതരണവും മരുന്ന് വിതരണവും നടന്നു. ഉദിനൂർ എഡ്യൂകോം സെന്ററും തൃക്കരിപ്പൂർ പോളിടെക്നിക്കും സംയുക്തമായി സംഘടിപ്പിച്ച DTP കോഴ്സിന്റെ സമാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും യുണീക് കോളേജിൽ നടന്നു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഉദിനൂർ യുണീക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എഡ്യൂകോം സെന്ററും തൃക്കരിപ്പൂർ EK നയനാർ മെമ്മോറിയൽ പോളിടെക്നിക്കും സംയുക്തമായി മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന്റെ ഭാഗമായാണ് സൗജന്യ കമ്പ്യൂട്ടർ DTP കോഴ്സ് നടത്തിയത്. 31 വനിതകളും 4 പുരുഷന്മാരുമടക്കം 35 പേരടങ്ങിയ ആദ്യ ബാച്ചിന്റെ സർട്ടിഫിക്കറ്റ് വിതരണോദ്ഘാടനവും സമാപന യോഗവും തൃക്കരിപ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N സുകുമാരൻ നിർവഹിച്ചു. കോഴ്സ് പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം വേദിയിലെ വിശിഷ്ട വ്യക്തികൾ നിർവഹിച്ചു. ട്രസ്റ്റ് ചെയർമാൻ AK കുഞ്ഞബ്ദുള്ള ഹാജി അധ്യക്ഷത വഹിച്ചു. പടന്ന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈദ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KK അമീർ, റഷീദ, അഡ്വക്കേറ്റ് TP അസൈനാർ, T അബ്ദുള്ള മാസ്റ്റർ, ബാലൻ മാസ്റ്റർ, സൈനുദ്ദീൻ, TC മുസമീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സെന്ററിന്റെ കീഴിൽ 55ഓളം പേർക്കുള്ള സൗജന്യ ടൈലറിംഗ് കോഴ്സും പുതിയതായി ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പുളിങ്ങോം റേഞ്ച് ജംഇയ്യത്തുൽ അലമീൻ നബിദിന സമ്മേളനത്തിന്റെയും സമസ്ത 90ാം വാർഷിക സമ്മേളനത്തിന്റെയും ഭാഗമായുള്ള സ്വാഗത സംഘം ഓഫീസ് ചെറുപുഴയിൽ തുറന്നു. കൈപ്പറ്റ അബ്ദുൽ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ റേഞ്ച് പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് ഫൈസി അധ്യക്ഷത വഹിച്ചു. മഖ്യാട് മൊയ്തീൻ മൗലവി ഉദ്ഘാടനം ചെയ്തു. KP മൊയ്തീൻ കുഞ്ഞ് മൗലവി, MS ഇക്ബാൽ, അലിയാർകുട്ടി, അബ്ദുൾ റഹ്മാൻ മച്ചിയിൽ എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് റഫീഖ് ഫൈസി ചെയർമാനും KP മൊയ്തീൻ കുഞ്ഞ് മൗലവി കൺവീനറും അലിയാർകുട്ടി ട്രഷററുമായുള്ള 51 സംഘാടക സമിതിയും രൂപീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. രാമപുരം മഹാവിഷ്ണു ക്ഷേത്രം ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി കലാസന്ധ്യ അരങ്ങേറി. PK ശ്രീമതി MP ഉദ്ഘാടനം ചെയ്തു. ബഹുജനങ്ങളുടെ, ഭക്തജനങ്ങളുടെ അവരുടെ ആഗ്രഹാഭിലാഷങ്ങൾക്കനുസരിച്ച് ഇടപെടാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം. ഇടപെടാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക പരിപാടികളിൽ ക്ഷേത്രം ഭാരവാഹികളും ജനപ്രതിനിധികളും പങ്കെടുത്തു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി.
ബ്യൂറോ പഴയങ്ങാടി. ISD സീനിയർ സെക്കൻഡറി സ്കൂൾ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായുള്ള ലോഗോ പ്രകാശനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C. സത്യപാലൻ നിർവഹിച്ചു. ISD സീനിയർ സെക്കൻഡറി ഇംഗ്ലീഷ് സ്കൂളിന്റെ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായുള്ള ലോഗോ പ്രകാശനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C. സത്യപാലൻ നിർവഹിച്ചു. ഡോക്ടർ KPO സുലൈമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ TP മുഹമ്മദ് കുഞ്ഞ് സ്വാഗതം പറഞ്ഞു. KP അഹമ്മദ്, KSK പൊതുവാൾ, ശിവകുമാർ, രവീന്ദ്രൻ നായനാർ, അഷറഫ് നങ്ങാരത്ത്, പ്രിൻസിപ്പൽ CC വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. മലർവാടി സംസ്ഥാന ചിത്രരചനാ മത്സരം മൊട്ടാമ്പ്രം മിനാറിൽ നടന്നു. ശില്പി KKR വെങ്ങര ഉദ്ഘാടനം ചെയ്തു. ബോധവൽക്കരിച്ചിട്ടൊക്കെ ഞാൻ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും രക്ഷപ്പെട്ടില്ല. ഇവിടെ അടുത്തുള്ളൊരു കുട്ടി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല, പക്ഷെ ആ പയ്യന്റെ അമ്മയോട് പോലും ഞാൻ പറഞ്ഞു, ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇവന്റെ വഴി ഇതാ, അങ്ങോട്ട് തിരിച്ചു വിടും. ഉമ്മ പറഞ്ഞു അവന് BCom എടുക്കണം, ചിലപ്പോൾ ആ ചക്രീന്റെ അടിയിൽ തന്നെ ഉണ്ടാവും, ഇവന് BCom എടുക്കണം എന്നാ പറഞ്ഞു. ഓക്കെ, BCom എടുത്തോട്ടെ. BCom എടുത്ത് ഞാൻ ഇവനെ കാണുന്നത് ഇതേ റോഡ് തന്നെയാണ്. ഞാൻ ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. KKR വെങ്ങര ചിത്രം വരച്ചുകൊണ്ടായിരുന്നു മത്സരം ഉദ്ഘാടനം ചെയ്തത്. നൂറുകണക്കിന് കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. TP കുഞ്ഞബ്ദുള്ള, TK അബ്ദുൽ ഹമീദ്, A. മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ജോലിക്കിടയിൽ കെട്ടിടത്തിൽ നിന്ന് വീണ് നട്ടെല്ലു തകർന്ന് കിടപ്പിലായ നിർമ്മാണ തൊഴിലാളി പേക്കടത്തെ PP രമേശന് കൈത്താങ്ങുമായി സെന്റ് പോൾ സ്കൂളിലെ അധ്യാപക കൂട്ടായ്മ. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് സ്കൂളിലെ അധ്യാപകരാണ് മാതൃകാപരമായ കാരുണ്യ പ്രവർത്തനത്തിന് തുടക്കമിട്ടത്. ക്രിസ്മസ് ആഘോഷത്തിന് പരസ്പരം സമ്മാനം കൈമാറുന്ന സാധാരണ രീതി ഇത്തവണ ഉപേക്ഷിക്കാനും അതിനായി ചിലവഴിക്കുന്ന തുക നട്ടെല്ലു തകർന്ന് ജീവിതം വഴിമുട്ടിയ രമേശന്റെ കുടുംബത്തിന്റെ സഹായത്തിനായി വിനിയോഗിക്കുവാനും തീരുമാനിക്കുകയായിരുന്നു. പണി പൂർത്തിയാകാത്ത തൃക്കരിപ്പൂർ പേക്കടുത്ത് രമേശന്റെ വീട്ടിലെത്തി അധ്യാപകരും വിദ്യാർത്ഥികളും സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് തണ്ണിക്കോട്ട് തുടങ്ങിയവർ 13,500 രൂപ രമേശിനെ ഏൽപ്പിച്ചു. മുഖ്യ അധ്യാപിക സിസ്റ്റർ ഷെറിൻ മാത്യു തുക രമേശിന് കൈമാറി. പുതുവർഷം മുതൽ മാസം തോറും 1000 രൂപയിൽ കുറയാത്ത സംഖ്യ പെൻഷൻ പദ്ധതി പോലെ നൽകാനും സെന്റ് പോൾസ് അധ്യാപക കൂട്ടായ്മ തീരുമാനിച്ചു. 2016 ജനുവരി മുതൽ ഈ തുക രമേശിന്റെ കുടുംബത്തിന് നൽകും. രമേശിനും ഭാര്യയും 10ാം തരത്തിലും 1ാം തരത്തിലും പഠിക്കുന്ന 2 കുട്ടികളുമടങ്ങിയതാണ് രമേശിന്റെ കുടുംബം. അധ്യാപകരുടെ കാരുണ്യ പ്രവർത്തനത്തിന് സാക്ഷ്യം വഹിക്കാൻ സെന്റ് പോൾസ് സ്കൂളിലെ വ്യത്യസ്ത ക്ലാസുകളിലെ 30ഓളം വിദ്യാർത്ഥികളും പേക്കെടുത്ത് രമേശന്റെ ഭവനത്തിൽ എത്തിയിരുന്നു. ഫാദർ ജോസഫ് തണ്ണിക്കോട്ട്, സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ഹെൽറീത്ത ജോൺ, സ്റ്റാഫ് സെക്രട്ടറി NW ഷേർലി, അധ്യാപകരായ രാധാരമണൻ, മുഹമ്മദ് അഷറഫ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തുടർച്ചയായി 2ാം വർഷവും മാടായി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ UP വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായ എടനാട് UP സ്കൂൾ ഘോഷയാത്ര നടത്തി. 16 ഇനങ്ങളിൽ 14 ഇനത്തിൽ A ഗ്രേഡും 12 ഇനത്തിൽ B ഗ്രേഡും നേടി 76 പോയിന്റ് കരസ്ഥമാക്കിയാണ് എടനാട് UP സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായത്. സംസ്കൃതോത്സവത്തിൽ 3ാം സ്ഥാനവും സ്കൂൾ കരസ്ഥമാക്കി. ഘോഷയാത്രയ്ക്ക് അധ്യാപകരും വിദ്യാർത്ഥികളും കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാഗിണി, PTA പ്രസിഡന്റ് സുജിത്ത്, പ്രധാനാധ്യാപകൻ ഉഷാബോധി എന്നിവരും നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. രാമപുരം മഹാവിഷ്ണു ക്ഷേത്രം കൊടിയേറ്റ് രഥോത്സവത്തിന് ഭക്തജനത്തിരക്കേറുന്നു. രഥോത്സവത്തിന്റെ ഭാഗമായി തിടമ്പു നൃത്തം അരങ്ങേറി. ചെണ്ടമേളത്തിന്റെ രൗദ്രതാളത്തിൽ ഭഗവാന്റെ തിടമ്പേന്തി അരണക്കാട് മാധവൻ നമ്പൂതിരി നൃത്തം വെച്ചപ്പോൾ ജനം ഭക്തിയോടെ സ്വീകരിച്ചു. രാമപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ രഥോത്സവത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന ചടങ്ങുകളിലൊന്നാണ് തിടമ്പ് നൃത്തം. ദീപാരാധനയ്ക്ക് ശേഷമാണ് തിടമ്പ് നൃത്തം അരങ്ങേറിയത്. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് അന്നദാനവും നടന്നുവരുന്നു. ഞായറാഴ്ച രാവിലെ ശ്രീഭൂതബലി, പള്ളിവേട്ട എന്നിവ നടക്കും. തിങ്കളാഴ്ച രാവിലെ ആറാട്ടുബലി, ആറാട്ടെഴുന്നള്ളത്ത് എന്നിവ നടക്കും. കൊടിയിറക്കൽ ചടങ്ങിന് ശേഷം ആറാട്ട് സദ്യയോടെ ഉത്സവാഘോഷം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.
കുഞ്ഞിമംഗലം പുറത്തെരുവത്ത് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം നാട്ടെഴുന്നള്ളത്തിന് തുടക്കമായി. ഡിസംബർ 9 വരെയാണ് എഴുന്നള്ളത്ത്. കുഞ്ഞിമംഗലം പുറത്തെരുവത്ത് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വർഷാവർഷം നടക്കുന്ന നാട്ടെഴുന്നള്ളത്തിന്റെ 3-ാം നാളാണ് സവിശേഷമായ പാറന്തട്ട തറവാട്ടിലേക്ക് എഴുന്നള്ളത്ത് നടക്കുന്നത്. വൈകുന്നേരത്തോടെ വിവിധ ചടങ്ങുകൾക്ക് ശേഷം മടത്തുംപടി ഭൂതനാഥ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് ക്ഷേത്രത്തിന്റെ കോയ്മ തറവാടുകളിലൊന്നായ പാറന്തട്ട തറവാട്ടിലേക്ക് എഴുന്നള്ളുന്നത്. തുടർന്ന് വിവിധ ചടങ്ങുകൾക്ക് ശേഷം ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് നാട്ടെഴുന്നള്ളത്തിന് തുടക്കമാകും. ഡിസംബർ 3 മുതൽ 9 വരെയാണ് ഇത്തവണ നാട്ടെഴുന്നള്ളത്ത് നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ബഡായി ബംഗ്ലാവിൽ നിന്ന് തൃക്കരിപ്പൂർ കൊയോങ്കര പാട്ടുത്സവ വേദിയിലെത്തിയ രമേശ് പിഷാരടി, ധർമ്മജൻ, കുട്ടിപ്പട്ടാളം ഫെയിം സുഭി, സാജൻ പള്ളുരുത്തി തുടങ്ങിയവരുടെ ഹാസ്യവിരുന്ന് പതിനായിരങ്ങൾക്ക് ഹരമായി. ഏഷ്യാനെറ്റിലെ ബഡായി ബംഗ്ലാവിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ രമേശ് പിഷാരടിയും ഹാസ്യനടന്മാരായ ധർമ്മജൻ, സൂര്യ ടിവിയിലെ ജനപ്രിയ പരിപാടിയായ കുട്ടിപ്പട്ടാളം ഫെയിം സുബി, മാലപ്പടക്കം പോലെയുള്ള സംഭാഷണങ്ങളും തലതിരിച്ചു പാടുന്ന പാട്ടുകളെയും കൊണ്ട് സദസ്സിലെ കയ്യിലെടുക്കുന്ന സാജൻ പള്ളുരുത്തി തുടങ്ങിയ TV താരങ്ങളെ നേരിട്ട് കാണാൻ പതിനായിരങ്ങളാണ് കൊയ്യോങ്കര പൂമാല ഭഗവതി ക്ഷേത്ര പാട്ടുത്സവ പരിപാടിക്കെത്തിയത്. TV താരങ്ങളെ മുഖാമുഖം കണ്ടും അവർ അവതരിപ്പിച്ച കലാപ്രകടനങ്ങൾ ആസ്വദിച്ചും പ്രോത്സാഹിപ്പിച്ചും സഹകരിച്ച ജനങ്ങളോട് അളവറ്റ കൃതജ്ഞത രേഖപ്പെടുത്തിയാണ് പിഷാരടിയും സംഘവും തൃക്കരിപ്പൂർ വിട്ടത്. നമസ്കാരം, എന്റെ പേര് ഉണ്ണി. ഉണ്ണിയെ കാണുമ്പോൾ അറിയാം ഉള്ളിലെ പഞ്ഞം. ഞാനിവിടെ വന്നതേ നാളെ വാരി വെക്കുമ്പോൾ അറിയാതെ ഒന്നിനല്ല രണ്ടിനല്ല ഡേഷ് കാണും. എനിക്കിവിടെ ഇരിക്കാനായിട്ട് ഇരുന്നോ, പക്ഷെ ഇരുന്നാണ് കുടിക്കരുത്, നനഞ്ഞ മാന്തരുത്, തോളത്തിരുത്, ദൈവത്തോന്നെ ശരി തിന്നരുത്. ചേട്ടൻ എനിക്ക് വെച്ചാലും പഴഞ്ചൊല്ലാണല്ലോ ചേട്ടാ. കണ്ണൂർ ഉദയവർമ്മ ക്രിയേഷൻസ് പ്രസിദ്ധീകരിച്ച രാമകൃഷ്ണൻ കണ്ണോമിന്റെ അക്ഷര പ്രണാമം ഗാനസമാഹാരവും പ്രശാന്ത് കണ്ണോമിന്റെ കുഞ്ഞണ്ണാനും കുട്ടിയോളും കവിതാ സമാഹാരവും കവിയും ഗാനരചയിതാവുമായ വയലാർ ശരചന്ദ്രവർമ്മ പ്രകാശനം ചെയ്തു. വയലാർ രാഘവ പറമ്പിലെ സ്മൃതി മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ അക്ഷരകീർത്തി, പള്ളിപ്പുറം പരമേശ്വരക്കുറുപ്പ്, ബാലസാഹിത്യകാരൻ ഉല്ലല ബാബു എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. വയലാർ ശരചന്ദ്രവർമ്മയ്ക്ക് സ്നേഹാദര പുരസ്കാരവും പരമേശ്വരക്കുറുപ്പ് നൽകി. രാമകൃഷ്ണൻ കണ്ണോം പൊന്നാടി അണിയിച്ചു. ചേർത്തല പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് KT മധു, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് വിദ്വാൻ പട്ടണക്കാട് രാമകൃഷ്ണൻ, സുരേഷ് ബാബു വടക്കേപ്പുര എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ സെലക്ട് ചെയ്ത നിർധനരായ രോഗികൾക്കുള്ള സൗജന്യ പല്ലു സെറ്റുകളുടെ വിതരണം സുസ്മിതം 2015 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഉദ്ഘാടനം ചെയ്തു. ഇനി കാണാം മാറ്റൊലി. കേരള രാഷ്ട്രീയ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കുന്നവരാണ്. അല്ലാതെ ഒരു വർഗീയത മാത്രം മുമ്പിൽ കണ്ടുകൊണ്ടൊരു പാർട്ടി ഉണ്ടാക്കിയാൽ ആ പാർട്ടിക്ക് നിലനിൽപ്പില്ലായിരുന്നില്ലേ ആ ഒറ്റ ചിന്താഗതിക്കാരനാണ് ഞാൻ. രാഷ്ട്രീയത്തിന് അതീതമായ ഒരു ജാതി മത സംഘടനയിൽപ്പെട്ട അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സങ്കുചിതമായ ചിന്താഗതി വെച്ച് പുലർത്തുന്ന വെള്ളാപ്പള്ളിയെ പോലെയുള്ള ആൾക്കാർക്ക് ഒരു രാഷ്ട്രീയ ഭാവിയും കേരളത്തിൽ കാണുന്നില്ല. അതുപോലെ തന്നെ കേരളത്തിൻ്റെ മണ്ണ് എന്ന് പറയുന്നത് എപ്പോഴും ജനാധിപത്യ പ്രസ്ഥാനങ്ങളെയും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും ഒക്കെ നെഞ്ചേറ്റി ജാതി മത വർഗീയ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയെ പോലെയുള്ള ജാതി മത ശക്തികളെ ഒറ്റപ്പെടുത്തുമെന്ന കാര്യത്തിൽ തീർച്ചയാണ്. ഇന്നത്തെ അവസ്ഥ അതിൽ നിന്ന് ബഹുദൂരം മാറിയിട്ട് ഹൈന്ദവ ഐക്യം എന്നുള്ള രീതിയിലേക്ക് അതിൻ്റെ പ്രസക്തി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഈ പാർട്ടിക്ക് ശോഭനമായിട്ടുള്ളൊരു ഭാവി കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടെന്നാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയെയും പോലെ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർത്തിവിടുകയും വിവാദം ഉണ്ടാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിഷേധിക്കപ്പെട്ട നീതി ലഭ്യമാക്കുകയും ചെയ്യുക എന്ന ഒരു അജണ്ട ഈ പാർട്ടിക്ക് ഇപ്പോൾ കൂടുതലുണ്ടായതുകൊണ്ട്
ഈ പാർട്ടി നിശ്ചയമായും അതിൻ്റെ സാമൂഹ്യ പ്രസക്തി കൊണ്ട് മാത്രം ദീർഘകാലം നിലനിൽക്കുകയും അക്കൗണ്ട് തുറക്കുകയും ചെയ്യും എന്നുള്ളൊരു പക്ഷാന്തരമില്ല എന്നാണ് എൻ്റെ ഈ ഇപ്പോഴത്തെ ഭരണം ഇതിൻ്റെ ഉയർച്ചയിലേക്കല്ല പോകുന്നത്. അതുകൊണ്ട് BJP ആയിട്ടുള്ള ഒരു പ്രതീക്ഷയും എനിക്കില്ല. അയാൾ സ്വന്തം രീതിയിൽ അയാൾ പാർട്ടി ഉണ്ടാക്കാനോ പിന്നെ ഇപ്പോൾ പൊതുയോഗം നടത്താനോ ഇതിനൊക്കെ വരുമ്പോഴുന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതേസമയത്ത് SNDP എന്ന സംഘടന ഉപയോഗിച്ചുകൊണ്ട് പിന്നെ അദ്ദേഹം യാത്ര നടത്തുന്നത് നീതീകരിക്കാനാവാത്ത സംഗതിയാണ്. അത് മുമ്പേ ഒരു പ്രാവശ്യം പിന്നെ മലബാറിലേക്ക് ഒരു പിന്നെ അശ്വമേധത്തെ അഴിച്ചു വിട്ടിട്ടുണ്ടായി. അത് മലബാറിൽ വെച്ച് പിടിച്ചു കിട്ടിയിട്ടുണ്ടായി. അതുകൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റുന്ന വിഷയമല്ല. ഇതും പിന്നെ ഈ യാത്രയും ഇതിന് വലിയ അല്പായുസം മാത്രമായിരിക്കും. SNDPക്ക് കേടൊന്നും വരാൻ പറ്റില്ല. SNDPൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശൻ തനിയെ പുറത്തു പോകുന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അറിയിപ്പുകൾ. വെള്ളൂർ സി 40 കളരിയിൽ ഡിസംബർ 7 നടത്താനിരുന്ന കളിയാട്ടം തറവാട്ടംഗത്തിന്റെ നിര്യാണത്തെ തുടർന്ന് ഡിസംബർ 17 മാറ്റിവെച്ചതായി ഭാരവാഹികൾ അറിയിക്കുന്നു. എടാട്ട് എടനാട് ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം ഭണ്ഡാരപുര നവീകരണ കലശം ഡിസംബർ 6, 7 തീയതികളിൽ നടക്കും. 7 തിങ്കളാഴ്ച രാവിലെ 11:45 മുതൽ 12:15 വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ പ്രതിഷ്ഠാ ചടങ്ങുകളും നടക്കും. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം പയ്യന്നൂർ സെക്ഷനിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ വാച്ച്മാൻ കം കുക്ക്, 3rd ഗ്രേഡ് ഓവർസിയർ എന്നീ തസ്തികയിലേക്ക് നിയമിക്കുന്നു. അഭിമുഖം ഡിസംബർ 15 നടക്കും. വിശദ വിവരങ്ങൾക്ക് 04985 209944 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കരിവള്ളൂർ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി കർഷക സംഘം കരിവള്ളൂർ സൗത്ത് വില്ലേജ് കമ്മിറ്റി ഡിസംബർ 6 ഞായറാഴ്ച വൈകിട്ട് 5:30 തോടിച്ചാലിൽ അനുസ്മരണത്തിന്റെ രാഷ്ട്രീയമെന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിക്കുന്നു. കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആയിരങ്ങൾക്ക് ആവേശമായി VS മാതമംഗലത്ത്. കേസരി നായനാർ പുരസ്കാര സമർപ്പണം VS നിർവഹിച്ചു. ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ചെറുവത്തൂർ ഉപജില്ല രജത ജൂബിലി സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി ഉദ്ഘാടനം ചെയ്തു. ലോക മുതലാളിത്തം ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം വസ്തുക്കളിൽ 40% സാംസ്കാരിക ഉൽപ്പന്നങ്ങളാണെന്ന് സാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ. ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷത്തിനു ശേഷം ചെറുപുഴ നെടുങ്കല്ലു പാലത്തിൽ ടോൾ പിരിവ് ഏർപ്പെടുത്തിയത് വിവാദമാകുന്നു. ഡിസംബർ 5 ലോക മണ്ണ് ദിനം. വിവിധ കേന്ദ്രങ്ങളിൽ ദിനാചരണ പരിപാടികൾ. തൃക്കരിപ്പൂർ റെയിൽവേ മേൽപ്പാലം പ്രവൃത്തി പുരോഗമിക്കുന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.